എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ വിഷയത്തിൽ പറയുന്നത് കർക്കിടക മാസം 1-ാം തീയതി, അതായത് നാളെ രാവിലെ കണി കാണേണ്ട ഏറ്റവും ശുഭകരമായ ആ ഒരു വസ്തുവിനെക്കുറിച്ചാണ് ഇതിൽ പറയാൻ പോകുന്നത്. അങ്ങനെ ആ കണി കാണുന്ന നിമിഷം നിങ്ങൾ മനസ്സ് തുറന്ന ഒരു നിമിഷം ഈശ്വരനെ വിളിച്ച് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ടത്, എൻ്റെ അടുത്ത ഒരു വർഷം എനിക്ക് ഐശ്വര്യവും സന്തോഷവും സമാധാനവും ഞാൻ ഇടപെടുന്ന എല്ലാ കാര്യങ്ങളിലും ഉണ്ടാക്കി തരണമെന്ന് ഈ പറഞ്ഞതുപോലെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ഈ രീതിയിലുള്ള പ്രാർത്ഥന ഞാൻ പൊതുവെ പറഞ്ഞതാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ തീർച്ചയായും പ്രാർത്ഥിക്കാം. നിങ്ങൾ ഏത് രീതിയിൽ പ്രാർത്ഥിച്ചാലും ശരി, അല്ലെങ്കിൽ ആരെ പ്രാർത്ഥിച്ചാലും ശരി, ഇന്നിതിൽ പറയാൻ പോകുന്ന ആ ഒരു വസ്തു കണി കണ്ടുകൊണ്ടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ആ പ്രപഞ്ചശക്തിക്ക് നിങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളാതിരിക്കാനാവില്ല. തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾക്ക് നിറവേറിക്കിട്ടും. ഇതിൽ പറയാൻ പോകുന്ന ആ ഒരു വസ്തു, വാസ്തവത്തിൽ ഇത് കേവലം ഒരു പുഷ്പമല്ല, അതിലധികമുണ്ട്. പക്ഷേ നിങ്ങൾക്ക് അത്രയും പുഷ്പങ്ങൾ സംഘടിപ്പിക്കാൻ ഇപ്പോഴത്തെ കാലത്ത് സാധിച്ചില്ലെങ്കിൽ പോലും അത്രയും പുഷ്പങ്ങളുടെ എല്ലാ ഗുണങ്ങളോടും കൂടിയ ഒരു പുഷ്പമുണ്ട്. ആ പുഷ്പം നിങ്ങളുടെ വീടിനടുത്ത് ലഭ്യവുമാണ്. അത് പൂക്കടയിൽ നിന്നും ഒരെണ്ണം മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് പുലർച്ചെ കണി കണ്ടാലും മതി. ആ പുഷ്പം ഒരു മൊട്ടിന് 15 രൂപയാണ് ഇപ്പോഴത്തെ വില. ഇതേക്കുറിച്ചെല്ലാം വഴിയേ പറയാം. ഏറ്റവും ആദ്യമായി നോക്കുന്നത് എന്തിനാണ് കണി കാണുന്നത് എന്നുള്ള ആ ഒരു ചോദ്യത്തിന് മറുപടിയാണ് നോക്കുന്നത്. സാധാരണയായി നമ്മൾ വിഷുവിനാണ് കണി കാണാറുള്ളത്. എന്നാൽ ഈ കർക്കിടകത്തിലെ കണിക്കും തുല്യ പ്രാധാന്യമാണുള്ളത്. പറയാൻ കാരണം, കർക്കിടകത്തിൻ്റെ പ്രാധാന്യം അറിയാവുന്നവർ നാളത്തെ കണി വിട്ടുകളയില്ല. അതായത് പണ്ട് കാലത്ത് കർക്കിടക മാസം എന്നത് കഷ്ടപ്പാടുകളുടെയും ദാരിദ്ര്യത്തിൻ്റെയും ഒരു മാസമായിരുന്നു. അതായത് മഴയും രോഗങ്ങളും അന്ന് സർവ്വസാധാരണമായിരുന്നു. അപ്പോൾ ഈ ദുരിതങ്ങളെ അതിജീവിക്കാനും ഈ വരുന്ന ഒരു വർഷം മുഴുവനും വ്യക്തി ഇടപെടുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു പോസിറ്റീവ് ടച്ച് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ കണി കാണുന്ന പതിവ് അന്ന് മുടക്കം വരാതെ എല്ലാ വർഷവും ചെയ്തു പോന്നിരുന്നത്. അതുകൊണ്ട് തന്നെ കർക്കിടക മാസത്തിലെ ഈ ഒരു പ്രവൃത്തി ഇതൊരു നല്ല തുടക്കത്തിനുള്ള പ്രതീകമായാണ് കണക്കാക്കി പോന്നിരുന്നത്. ഇത് മുടക്കം വരാതെ ഈ ഒരു വർഷം മാത്രമല്ല, തുടർന്നുള്ള എല്ലാ വർഷങ്ങളിലും ഇതിൽ പറയാൻ പോകുന്നത് പോലെ നിങ്ങളൊന്ന് ചെയ്തു പോന്നാൽ തീർച്ചയായും നിങ്ങളുടെ അടുത്തൊരു വർഷം നിങ്ങൾ ഇടപെടുന്ന സമസ്ത മേഖലകളിലും നിങ്ങൾ വിജയം കൈവരിച്ചിരിക്കും. ഇനി അടുത്തതായി പറയുന്നത്, ഈ പറഞ്ഞ കർക്കിടക മാസത്തിൽ കണി കാണേണ്ട ആ ഒരു വസ്തു ഏതാണെന്ന് പറയാം. ആ ഒരു വസ്തു ആദ്യം പറഞ്ഞതുപോലെ പുഷ്പം തന്നെയാണ്. എങ്കിൽ പോലും ഇത് കേവലം ഒരു പുഷ്പമല്ല, മറിച്ച് 10 പുഷ്പങ്ങളാണ്. ആ 10 പുഷ്പങ്ങളെയും കൂടി ഒരുമിച്ച് ദശപുഷ്പങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലുണ്ടായ ഒരു ചോദ്യം എനിക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അതായത് ഈ ദശപുഷ്പങ്ങൾ ഞങ്ങൾ എങ്ങനെ സ്വരൂപിക്കും എന്നാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ, പ്രത്യേകിച്ചും ഈ വിദേശ രാജ്യങ്ങളിലുള്ളവർ അല്ലെങ്കിൽ പട്ടണങ്ങളിൽ താമസിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ചോദ്യം തീർത്തും ന്യായമാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ 10 പുഷ്പങ്ങളുടെയും ഫലം ചെയ്യുന്ന ആ ഒരു പുഷ്പമുണ്ട്, അത് നിങ്ങൾ ഈ ഫ്ലവർ കടയിൽ നിന്നും മേടിച്ചു കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചാൽ മതി. ആദ്യം നമുക്ക് ഈ ദശപുഷ്പങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇവ ഓരോന്നിനും അതിൻ്റേതായ പ്രാധാന്യവും ഔഷധ ഗുണങ്ങളുമുണ്ട്. ഈ ഒരൊറ്റ കാരണത്താലാണ് ഇവ കണി കാണാൻ വേണ്ടി അറിവുള്ളവർ ഇത് തിരഞ്ഞെടുക്കാൻ കാരണം. ഈ ദശപുഷ്പങ്ങൾ കണി കാണുന്നതിലൂടെ വർഷം മുഴുവൻ രോഗങ്ങളെ അകറ്റി നിർത്താനും ആരോഗ്യവും ഐശ്വര്യവും നേടാനും സാധിക്കുമെന്നാണ് അതിൻ്റെ ആ ഒരു വിശ്വാസം. ഈ വിശ്വാസം യഥാർത്ഥത്തിൽ ഇവിടെ യാഥാർത്ഥ്യമാകും. ഈ പറഞ്ഞ ദശപുഷ്പങ്ങളിൽ ഒന്നാമതായി വരുന്നത് കറുക ഗണപതിക്ക് പ്രിയങ്കരം, രോഗനാശിനി. രണ്ടാമത്തേത് മുക്കൂറ്റി. ഔഷധ ഗുണങ്ങൾ വളരെയധികമുണ്ട്. പ്രത്യേകിച്ചും ചർമ്മരോഗങ്ങൾക്ക് മുക്കൂറ്റി 1-ാം സ്ഥാനത്താണ്. മൂന്നാമത്തേത് തിരുതാളി. ദാമ്പത്യ സൗഖ്യത്തിനും ഐശ്വര്യത്തിനുമാണ് തിരുതാളി പറയപ്പെട്ടിരിക്കുന്നത്. അടുത്തത് 4-ാമത്തേത് ഉഴിഞ്ഞ. ത്വക്ക് രോഗങ്ങൾക്കും മുടി കൊഴിച്ചിലിനും ഇത് അത്യുത്തമമാണ്. 5-ാമത്തേത് കയ്യോന്നി, അതായത് കഞ്ഞുണ്ണി എന്നും പറയും. സ്ത്രീകൾക്കറിയാം ഇതിനേക്കാൾ നല്ലൊരു കേശവർദ്ധിനി വേറെയില്ല എന്ന്.
ഇനി അടുത്തത് ആറാമത്തേത് വിഷ്ണുക്രാന്തി, ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ഏഴാമത്തേത് പൂവാങ്കുറുന്തൽ, പനി, ചുമ എന്നിവയ്ക്ക് അത്യുത്തമം. അടുത്തത് എട്ടാമത്തേത് ചെറുള, കിഡ്നി രോഗങ്ങൾക്ക് ഏറ്റവും ആശ്വാസം തരുന്ന ഒന്ന്. ഇനി അടുത്തത് ഒൻപതാമത്തേത് നിലപ്പന, സ്ത്രീകൾക്ക് വേണ്ടി ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന ഒരു സസ്യം എന്ന രീതിയിലാണ് ഇതറിയപ്പെടുന്നത്. അടുത്തത് പത്താമത്തേത് കൃഷ്ണക്രാന്തി, അതായത് ശംഖുപുഷ്പം എന്നും പറയും. സരസ്വതി ദേവിക്ക് ഏറ്റവും പ്രിയങ്കരമായ പുഷ്പം, അതായത് ബുദ്ധിശക്തിക്ക് അത്യുത്തമമായ പുഷ്പം എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഇങ്ങനെ ഈ 10 പുഷ്പങ്ങൾ ചേർത്ത് വെച്ചാണ് നിങ്ങൾ കണി കാണേണ്ടത്. അതിനൊരു പക്ഷേ ഇവയിൽ ഏതെങ്കിലും ഒന്നിൽ പുഷ്പങ്ങൾ ഇല്ലെങ്കിൽ തന്നെയും അവയുടെ വേരോ ഇലയോ എടുത്താലും മതി. ഉദാഹരണമായി മുക്കൂറ്റിയുടെ പൂവ് നിങ്ങൾക്ക് കിട്ടാനില്ലെങ്കിൽ അവയുടെ ഇലയോ തണ്ടോ വേരോ എടുത്താലും മതി. പറയാൻ കാരണം ഈ 10 വസ്തുക്കളുടെയും സാന്നിധ്യമാണ് യഥാർത്ഥത്തിൽ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനിയിപ്പോൾ ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ പോലും ഈ 10 പുഷ്പങ്ങൾക്ക് പകരം നിങ്ങൾ വിഷ്ണു ഭഗവാന്റെ കയ്യിലിരിക്കുന്ന ആ ഒരു താമരമൂട്ട് കണി കണ്ടാലും മതി. ഇനി അടുത്തതായി ഈ കണി കാണേണ്ടത് എങ്ങനെയാണ് എന്നൊന്ന് പറഞ്ഞു തരാം. ഈ കണി കാണൽ എന്ന ആ ഒരു പ്രക്രിയ യഥാർത്ഥത്തിൽ ഈ മുതിർന്നവരെക്കാൾ കൂടുതൽ പ്രാധാന്യം ഇതിൽ കൊടുക്കേണ്ടത് കുട്ടികൾക്കാണ്. അതുകൊണ്ട് തന്നെ കണി ഒരുക്കേണ്ടത് നിശ്ചയമായും ആ വീട്ടിലെ മുതിർന്ന സ്ത്രീ ആയിരിക്കണം. എന്നിട്ട് ഈ പറഞ്ഞ കർക്കിടക മാസം 1-ാം തീയതി രാവിലെ വീട്ടിലെ മറ്റു കുടുംബാംഗങ്ങളെല്ലാം ഉറക്കം ഉണർന്ന ഉടൻ, അതും കണ്ണു തുറക്കാതെ, ഈ ഒരുക്കി വച്ചിരിക്കുന്ന കണിയുടെ മുൻപിൽ ചെന്ന് കണി കാണണം. ഇനി അടുത്തതായിട്ട് ഈ കണി ഒരുക്കേണ്ടത് എങ്ങനെയാണെന്ന് ഒന്ന് പറയാം. ഒരു ഉരുളിയിലോ അല്ലെങ്കിൽ താലത്തിലോ ദശപുഷ്പങ്ങൾ, നെല്ല് എന്നിവ ചേർത്ത് അഷ്ടമംഗല്യം വെക്കണം. ഈ അഷ്ടമംഗല്യം എന്ന് പറയുമ്പോൾ 8 വസ്തുക്കൾ, അതായത് ദീപം, കണ്ണാടി, സ്വർണം, വസ്ത്രം, ഗ്രന്ഥം, കൺമഷി, പച്ചരി, കുങ്കുമം എന്നിവയാണ് ആ 8 വസ്തുക്കൾ. ഇവയോടൊപ്പം ഒരു അട്രാക്ഷന് വേണ്ടി ഒരു നാളികേരവും ഒരു പെടലപ്പഴവും കൂടി ഒന്ന് വയ്ക്കുക. ഒരു പെടലപ്പഴം എന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്ക് ഞാലിപ്പൂവനോ അല്ലെങ്കിൽ പൂവൻ പഴമോ വയ്ക്കാം. ഇങ്ങനെ ഒരുക്കി വെച്ച ശേഷമാണ് കണി കാണേണ്ടത്. അതാണ് ഏറ്റവും ഉത്തമം. അപ്പോൾ ഇങ്ങനെ കണി കാണുന്നതിൻ്റെ ആ ഒരു പ്രയോജനങ്ങളായിട്ട് പറയപ്പെടുന്നത് ആരോഗ്യം, അതായത് ദശപുഷ്പങ്ങൾക്ക് ഔഷധ ഗുണങ്ങൾ ഉള്ളതിനാൽ ആരോഗ്യപരമായ നേട്ടങ്ങൾ ലഭിക്കുന്നു. അടുത്തത് ഐശ്വര്യം. ഇങ്ങനെ നല്ലൊരു തുടക്കം കുറിക്കുന്നതിലൂടെ വർഷം മുഴുവനും ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകുന്നു. അടുത്തത് മാനസിക സന്തോഷം. ഈ ചടങ്ങ്, അതായത് ഈ കണി കാണൽ ചടങ്ങ് ഒരു പോസിറ്റീവ് എനർജി നൽകുകയും മാനസിക സന്തോഷം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇനി അവസാനമായി പറയാനുള്ളത് പ്രകൃതിയോടുള്ള ബന്ധം, അതായത് പ്രകൃതിയിലെ സസ്യജാലങ്ങളെ ആദരിക്കുന്നതിൻ്റെ ഒരു ഭാഗം കൂടിയാണിത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ കർക്കിടകം 1-ാം തീയതി ദശപുഷ്പങ്ങൾ കണി കാണുന്നത് നമ്മുടെ പാരമ്പര്യത്തിൻ്റെയും പ്രകൃതിയോടുള്ള സ്നേഹത്തിൻ്റെയും ഭാഗമാണ്. ഇത് കേവലം ഒരു വിശ്വാസം മാത്രമല്ല, ആരോഗ്യപരമായതും മാനസികവുമായിട്ടുള്ള ഉണർവ് നൽകുന്ന ഒരു നല്ല ആചാരം കൂടിയാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാൻ ആഗ്രഹിച്ചത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.